വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഒന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. സ്പ്ലിറ്റൻസ് എങ്ങനെയാണ് വരുന്നത്, നമുക്കത് എങ്ങനെ ഒഴിവാക്കാം, അതേപോലെ തന്നെ ഞാൻ എന്റെ ഹെയറിൽ സ്പ്ലിറ്റൻസ് എങ്ങനെയാണ് കളയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് എന്റെ മുന്നിൽ സ്പ്ലിറ്റൻസ് കളയുന്നതെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അതിന്റെ കൂടെ തന്നെ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ സ്പ്ലിറ്റൻസ് വരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ അത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എന്റെ മുന്നിൽ സ്പ്ലിറ്റൻസ് കളയുന്നത് 2-3 മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഹെയറിലെ ജട മൊത്തം എടുത്ത് കളയണം, എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. സോ എന്നിട്ട് അതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പാട്ടാക്കി മുടിയെടുക്കണേ. അപ്പൊ ഒരിക്കലും പലരും വിചാരിക്കും സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി മൊത്തത്തിൽ നിന്ന്. ചിലപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്പ്ലിറ്റൻസ് ഒരേ ഏരിയയിൽ തന്നെ കാണുന്നില്ല. ഇപ്പൊ നമ്മുടെ ടിപ്സിൽ കുറെ സ്പ്ലിറ്റൻസ് വരികയാണെങ്കിൽ നമ്മൾ ടിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഓക്കെ, ആ സ്പ്ലിറ്റൻസ് പോകും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നില്ല. പല പല ഭാഗത്തായിട്ടായിരിക്കും മുടിയുടെ സ്പ്ലിറ്റൻസ് കാണുന്നത്. അതും കുറെ എമൗണ്ടിൽ ഒരിടത്ത് തന്നെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ഒരു സിസേഴ്സ് മാറ്റി വെക്കുക. അല്ലാതെ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്യുന്ന സിസേഴ്സ് വെച്ച് ഹെയറിലെ ഒന്നും കട്ട് ചെയ്യാതിരിക്കുക. ഹെയർ തുമ്പാണെങ്കിലും ശരി, സ്പ്ലിറ്റൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ കട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഹെയർ ചെറിയ ചെറിയ പോർഷൻസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ ആദ്യം കുറച്ച് പാടായിരിക്കും, പിന്നെ പിന്നെ ആകുമ്പോൾ നമ്മൾ വെട്ടി വെട്ടി ശീലമാവും. നമ്മളിങ്ങനെ പിരിക്കണം ഹെയർ. താഴെ വരെ പിരിക്കണം. നീളമുള്ള മുടിയുള്ളവർക്ക് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ പിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഹെയർ ഇങ്ങനെ പൊന്തി വരും. ഈ പൊന്തി വരുന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പം എന്തോരം കാണാൻ എനിക്കറിയില്ല, ഞാൻ സൂം ചെയ്യാം. ട്വിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ല, ഇങ്ങനെ ഹെയർ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട്. സോ ഇതിലിപ്പം അധികം സ്പ്ലിറ്റൻസ് ഇല്ല, കാരണം ഞാൻ ഒരു 2-3 ദിവസം മുമ്പാണ് കട്ട് ചെയ്തത്. ഇപ്പം സ്പ്ലിറ്റൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങിയ മുടി നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് രണ്ടടി. എന്താണ് സ്പ്ലിറ്റൻസ് എന്ന് അറിയാത്ത കുറെ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കൊടുത്തിരിക്കാം. ഇതാണ് സ്പ്ലിറ്റന്റ്. എന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന മുടിയിൽ നിങ്ങൾ സ്പ്ലിറ്റൻസ് കാണുന്ന ആ ഭാഗത്ത് ആ ഹെയറിന്റെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഇന്ന് സ്പ്ലിറ്റന്റ് കട്ട് ചെയ്തു, അതുകൊണ്ട് നാളെ തൊട്ട് നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റൻസേ കാണില്ലെന്ന് വിചാരിക്കരുത്. നിങ്ങൾ സ്പ്ലിറ്റന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കെയർ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ പിന്നെയും സ്പ്ലിറ്റൻസ് വരും. സോ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ക്യൂർ ചെയ്യാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ വരുന്ന സ്പ്ലിറ്റൻസ് നമ്മൾ കട്ട് ചെയ്ത് തന്നെ കളയണം. അതിനുശേഷം അതിന് ആഫ്റ്റർ കെയറും കൊടുക്കണം. സോ ഇതേപോലെ നിങ്ങൾ ഹെയർ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പ്ലിറ്റൻസിനെ കട്ട് ചെയ്ത് കളയാം. പിന്നെ വേറൊരു, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഹെയർ എടുക്കുക. ഹെയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ റൺ ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ടോ? ഇപ്പം നേരത്തെ ട്വിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ട്വിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പം സ്പ്ലിറ്റൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതും കട്ട് ചെയ്ത് കളയാം. സോ ഞാൻ ഇങ്ങനെയാണ് മെയിൻലി എൻ്റെ സ്പ്ലിറ്റൻസ് കളയാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ മെയിനിലേക്ക് വരുന്ന ഹെയറിൽ സ്പ്ലിറ്റൻസ് കാണുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചുരുട്ടാതൊന്നും ആക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് നോക്കിയാൽ മതി സ്പ്ലിറ്റൻസ് ഉണ്ടോ എന്ന്. എന്നിട്ട് ആ ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ ടിപ്സിലാണ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭാഗത്തേക്കൊന്നും അധികം സ്പ്ലിറ്റൻസ് കാണില്ല. ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റൻസ് കാണുന്ന ഹെയറിന്റെ ടിപ്പിലാണ്. ഇപ്പം ലെയർ ഒക്കെ കട്ട് ചെയ്ത് ഇട്ടുള്ള മുടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല പല ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ പല പല ടിപ്സ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. എൻഡിൽ മാത്രമായിരിക്കത്തില്ല സ്പ്ലിറ്റൻസ് വരുന്നത്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഒരിക്കലും നമ്മുടെ റൂട്ടിൽ സ്പ്ലിറ്റന്റ് വരില്ല. നമ്മുടെ താഴത്തുനിന്ന് സ്പ്ലിറ്റൻസ് വന്ന് മേളിലേക്ക് ഗ്രോത്ത് കൂടില്ല. അത് അത്രയും ഒരു സിവിയർ കണ്ടീഷൻ ആയിട്ടുള്ളവർക്ക് ഇത്രയും മേലോട്ട് നമ്മുടെ ഒരു ഇയറിന്റെ ഒക്കെ മേലോട്ട് കൂടുതലായിട്ട് സ്പ്ലിറ്റൻസ് കാണുള്ളൂ. അങ്ങനെയുള്ളവരത് കട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ടിപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ടിപ്പ് ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ മൊത്തത്തിൽ ഹെയർ എടുക്കാം, എന്നിട്ട് നോക്കി കട്ട് ചെയ്യാം. എനിക്കത് ഭയങ്കര പാടാണ്, കാരണം മൊത്തത്തിൽ നോക്കി കട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് സ്പ്ലിറ്റൻസ് ഉള്ളത് കാണാൻ ഭയങ്കര പാടാണ്. ഈ ലൈറ്റിന്റെ താഴെ വെച്ച് നോക്കി നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സ്പ്ലിറ്റൻസ് എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
കുറച്ച് ഹെയർ എടുത്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് വീണ്ടും സ്പ്ലിറ്റൻസ് ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തുവിടുക. എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ അടുത്ത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് എനിക്ക് അധികം സ്പ്ലിറ്റൻസ് ഇല്ലാത്തത്. സോ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയറിലെ സ്പ്ലിറ്റൻസ് കളയാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് സ്പ്ലിറ്റൻസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ്. വന്ന സ്പ്ലിറ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഭാഗം പോർഷൻ കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ കട്ട് ചെയ്ത് കളയാൻ നമുക്ക് മുടി മൊത്തത്തിൽ കട്ട് ചെയ്ത് ഇവിടെ ഒന്നും കട്ട് ചെയ്ത് കളയാന്ന് വിചാരിക്കരുത്. എവിടെയാണോ സ്പ്ലിറ്റൻ്റെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നിങ്ങൾ വീക്ക്ലി വൺസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും ഇതേപോലെ സ്പ്ലിറ്റൻസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ഹെയർ ട്വിസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ആഫ്റ്റർ കെയർ ചെയ്യാം. ഇപ്പൊ സ്പ്ലിറ്റൻസ് നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൂടുതലും ഫ്രിസി ഹെയറിലൊക്കെ ആയിരിക്കും സ്പ്ലിറ്റൻസ് കൂടുതൽ വരുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നല്ലൊരു സെറം നിങ്ങൾ വാങ്ങുക, സെറം യൂസ് ചെയ്യുക. ഇപ്പൊ സെറം വാങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സാധാ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ എണ്ണ യൂസ് ചെയ്യുന്നത് 3-4 തുള്ളി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടുക, ഹെയറിന്റെ ലെങ്ത്തിലും ടിപ്സിലും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യാം. നിങ്ങൾക്ക് വീക്കിലി ഒരു ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഹെയർ മാസ്കിന് പറ്റിയത് ബനാന യൂസ് ചെയ്തിട്ടുള്ള ഹെയർ മാസ്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഹെയറിൽ. അതേപോലെ തന്നെ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം അത് കഴുകിക്കളയാം. അതൊരു ഹെയർ മാസ്ക് ആണ്. പിന്നല്ല ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെൽ, നിങ്ങളുടെ വീട്ടിൽ നാച്ചുറൽ അലോവേറ ഉണ്ടെങ്കിൽ അലോവേറ എടുത്തിട്ട് നിങ്ങൾക്ക് അലോവേറയുടെ ജെല്ല് മാത്രം, അതിനകത്ത് യെല്ലോ കളർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഇറിറ്റേഷൻ വരും. ഇത് പിന്നെ നമ്മൾ സ്കാൽപ്പിലുള്ള തേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ യെല്ലോ സാധനം കളഞ്ഞിട്ട് തന്നെ എടുക്കുക. അലോവേറ എടുത്തിട്ട് അതിന്റെ ആ ജെല്ല് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹെയറിന്റെ ടിപ്സിലും ലെങ്ത്തിലും അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്ത് കളയണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് അത് കഴുകിക്കളയാം. അതല്ല നിങ്ങൾക്ക് അത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വിടാം. ഇപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ അലോവേറ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അലോവേറ ജെൽ, അത് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ കളറും അതേപോലെ ഭയങ്കര ഫ്രാഗ്രൻസും ഇല്ലാത്ത ടൈപ്പ് അലോവേറ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ മുട്ടയുടെ വെള്ള യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, മുട്ടയുടെ വെള്ളയുടെ കൂടെ നിങ്ങൾ കുറച്ചൊരു കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നതും നല്ലതാണ്. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും ബദാം ഓയിലും കൂടി മിക്സ് ചെയ്ത്, ആൽമണ്ട് ഓയിലെ മിക്സ് ചെയ്ത് തലയിൽ തേക്കുന്നതും നല്ലത്. ഇതൊക്കെയാണ് നമ്മുടെ ഹെയറിനെ സ്പ്ലിറ്റൻസിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ സ്പ്ലിറ്റൻസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയറിൽ ഇനി സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എന്താണ് സ്പ്ലിറ്റൻസ് വരാനുള്ള കാരണം എന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്പ്ലിറ്റൻസിന് കാരണമാവും. എസ്പെഷ്യലി ഡ്രൈ ഹെയർ ഉള്ളവർക്ക് സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൈലിംഗ് ടൂൾസ്, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഹീറ്റ്. നമ്മുടെ തലയ്ക്ക് അല്ലെങ്കിൽ തലമുടിക്ക് ഒരിക്കലും ചൂട് കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് ചൂട് വെള്ളത്തിൽ പോലും തല കഴുകരുത് നമ്മൾ പറയുന്നത്. സോ ചൂട് ഒട്ടും നമ്മുടെ ഹെയറിന് പറ്റിയതല്ല. നിങ്ങൾ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാണ്, ഹെയർ ഡ്രയേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സണ്ണിന്റെ റേസ്, അതായത് സൂര്യപ്രകാശം ഒരുപാട് നമ്മുടെ ഹെയറിലേക്ക് അടിച്ചു കഴിഞ്ഞാലും അതും പ്രശ്നമാണ്. പൊല്യൂഷൻ, ഇതെല്ലാം സ്പ്ലിറ്റൻസിന് കാരണം. പിന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഓവർ ബ്രഷിംഗ് ആണ്. നിങ്ങളുടെ ഹെയർ നിങ്ങൾ ഒരുപാട് തവണ ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് ചീപ്പിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 10,000 വട്ടം മുടി ചീപ്പിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഭയങ്കര കേടാണ് മുടിക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രിയും പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് മുടി കെട്ടാൻ സ്റ്റൈൽ ചെയ്യാനും യൂസ് ചെയ്യുമ്പോൾ മാത്രം ഹെയർ ബ്രഷ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. അത് ഭയങ്കര കേടാണ്. ഹെയർ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഷ് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാംപൂ, കണ്ടീഷണേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ കണ്ടീഷണറൊക്കെ ആക്ച്വലി നമ്മുടെ ഹെയറിലെ ഡ്രൈനെസ്സും ഈ സ്പ്ലിറ്റൻസും ഒക്കെ മാറ്റാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് കെമിക്കലുള്ള കണ്ടീഷണേഴ്സും ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് നമ്മുടെ ഹെയറിന് തരുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാം. ഹെയറിന്റെ ബാക്കിയുള്ള കൺസേൺസിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസേൺ ആണ് ഈ സ്പ്ലിറ്റൻസ്. നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് സ്പ്ലിറ്റൻസ്. അതല്ല നിങ്ങൾ കാരണമല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിലി നമുക്കത് റിമൂവ് ചെയ്ത് വീണ്ടും നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പ്ലിറ്റൻസ്. അത് ഒരു നല്ലൊരു കെയർ അതിന് കൊടുത്താൽ തന്നെ നമുക്ക് സ്പ്ലിറ്റൻസ് മാറ്റിയെടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. സോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.